നാട്ടിൽ വികസനം നടക്കാൻ സർക്കാർ ഫണ്ടൊന്നും വേണ്ട. അതില്ലെങ്കിലും നാട്ടുകാരെ സേവിക്കാനും നാട് നന്നാക്കാനും കഴിയുമെന്ന് തെളിയിക്കുകയാണ് അയിലൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലെ മെമ്പർ വി രാജൻ. അയിലൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലെ റോഡുകളുടെ ഇരുവശവും കാടുപിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പുല്ലുവെട്ടാൻ ഫണ്ട് അനുവദിച്ച ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫണ്ടില്ല എന്ന കാരണത്താൽ അത് നടന്നില്ല. തന്റെ വാർഡിലെ 4 കിലോമീറ്റർ ചുറ്റളവിലാണ് റോഡുകൾ ഉൾപ്പെടെയുള്ള സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് കൈയൊഴിഞ്ഞപ്പോൾ ഓംബുഡ്സ്മാനെ സമീപിച്ചു. ഓംബുഡ്സ്മാൻ കൈമലർത്തിയതോടെ മറ്റൊന്നും ആലോചിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് നാട് നന്നാക്കാൻ തുടങ്ങി മുൻ സബ് ഇൻസ്പെക്ടർ കൂടിയായ വി രാജൻ. തനിക്ക് ലഭിക്കുന്ന ഓണറേറിയവും പെൻഷനും സ്വരൂപിച്ച് റോഡുകളും ഇടവഴികളും അടിക്കാടും നന്നാക്കാൻ തുടങ്ങി. റോഡും അടിക്കാടും ഇടവഴികളും നന്നാക്കാൻ 3 പുല്ലുവെട്ടുകാരുടെ സേവനം പ്രയോജനപ്പെടുത്തി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രദേശങ്ങളെല്ലാം കാടുമൂടിക്കിടന്നതോടെ പന്നികളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതിനെ തുടർന്നാണ് സ്വന്തം പോക്കറ്റ് കാലിയാക്കി സേവനം നടത്താൻ തീരുമാനിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വി രാജൻ പറഞ്ഞു. നമ്മുടെ ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. കുറ്റിച്ചെടികളും മറ്റും വളം നിൽക്കുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്ക് കാൽനടയായി പോകാനും വാഹനങ്ങളിൽ പോകാനും പറ്റാത്തൊരു സാഹചര്യമാണ്. അതായത് പന്നി മെയിനായിട്ട്, ഇഴജന്തുക്കളായ പാമ്പ്, മറ്റ് മൃഗങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും അതേപോലെ സാധാരണ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ചിട്ട് ബൈക്ക് ഓടുന്ന ആൾക്കാർക്ക്, 2 വീലർ പോകുന്ന ആൾക്കാർക്ക് ഇത് വാഹനങ്ങളുടെ ഇടയിൽ കൂടെ കുറുകെ ചാടിയിട്ട് അപകടം സംഭവിച്ചിട്ട് പല ആൾക്കാർക്കും പരിക്കുണ്ടായിട്ടുണ്ട്. അതാണ് മെയിൻ കാരണം ഒന്ന്. പിന്നെ അത് കൂടാഞ്ഞിട്ട് സ്കൂൾ കുട്ടികൾ, സ്ത്രീകൾ, മറ്റുള്ളവരും ജോലി കഴിഞ്ഞ് വരുന്നത് വൈകുന്നേര സമയങ്ങളിലാണ്. അവർ വരുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരു സംരക്ഷണം ഇല്ലാത്ത തരത്തിൽ ഈ കാട് പ്രദേശങ്ങളിൽ ഈ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളിതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഈ പ്രദേശത്ത് ഈ ചെടികളൊക്കെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് മീറ്റിംഗ് കൂടിയിട്ട് പഞ്ചായത്തിൽ അന്ന് ഓംബുഡ്സ്മാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് ഈ പ്രദേശത്ത് പണിയെടുപ്പിച്ച് ഈ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ഓംബുഡ്സ്മാൻ കർശനമായി പറഞ്ഞത് അങ്ങനൊരു പദ്ധതിയില്ല, അതിനൊരു ഫണ്ടും ഇല്ല, അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് പൊതുജനങ്ങളുടെ ജീവന സംരക്ഷണം കൊടുക്കുകയാണോ, അതായത് കാട്ടുജീവികൾക്കും വന്യജീവികൾക്കും സംരക്ഷണം കൊടുക്കാനാണോ ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്? അത് മാറ്റിയിട്ട് പൊതുജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സംവിധാനം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അങ്ങനൊരു ഫണ്ടില്ല, അങ്ങനെ സംവിധാനമില്ല, അത് കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ്, അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട്, അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഓണറേറിയും എന്താണെങ്കിലും ശരി, അതുകൊണ്ട് ചെറിയ തുക ചെലവഴിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംരക്ഷണം എന്നോട് കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സേവനം നടത്താൻ സ്വന്തം നിലയ്ക്ക് വാർഡ് മെമ്പർ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്ന് നാട്ടുകാരും പ്രതികരിച്ചു. 8-ാം വാർഡ് മെമ്പറിൻ്റെ അടുത്ത് ഒരുപാട് ജനങ്ങളുടെ പരാതി ഉണ്ടായിരുന്നു. ഇങ്ങനെ കാട് പൊത്തിക്കൊണ്ട് കിടക്കണു, ഇഴജന്തുക്കളുടെ ശല്യം കൂടുതലായിരിക്കുന്നു എന്ന് മെമ്പറിനെ കൊണ്ട് പൊതുജനങ്ങൾ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ പേരിൽ മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് മുടക്കി ഈ പദ്ധതിക്ക് മുന്നോട്ട് വരിക ചെയ്ത് ജനങ്ങളുടെ ജീവിതം നടന്നു പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പദ്ധതിക്ക് മുന്നോട്ട് വന്നത്. അതിന് വരും, പന്നികൾ വരും, മയിൽ, അങ്ങനെ പല ബുദ്ധിമുട്ടുമുണ്ട്, ജന്തുക്കളുടെ ശല്യമുണ്ട്. ഇന്നുകൂടി ഞങ്ങൾ കാലത്ത് വെളുപ്പിന് നടക്കാൻ പോകുന്ന നേരത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചാണ് ഈ കാട് എങ്ങനെയെങ്കിലും വെട്ടി മാറ്റണം. പഞ്ചായത്തൊന്നും സഹകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മെമ്പർ ഇടപെട്ടിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് ഏർപ്പെട്ടപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് മെമ്പറിനും നല്ല ഒരു താങ്ക്സ് പറയുന്നുണ്ട്. പഞ്ചായത്ത് അംഗത്തിന്റെ പോക്കറ്റിൽ നിന്നും പണം ചോർന്നതോടെ പുത്തൻതറ, നീലങ്കോട് എന്നിവിടങ്ങളിലെ റോഡുകളും മറ്റു പ്രദേശങ്ങളും പത്രാസിലായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി.